بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനരായ അഷ്റഫ് സഖാഫി ഉസ്താദ് അടക്കമുള്ള വിശിഷ്ടരായ പണ്ഡിതർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സാഹിത്യോത്സവിൽ പങ്കെടുക്കാനെത്തിയ കൂട്ടുകാർ, ദീർഘമായി സംസാരിക്കുന്നില്ല. വിഷയാധിഷ്ഠിതമായ ഒരു തീം ടോക്ക് ഇവിടെ നടക്കാനിരിക്കുന്നു. സാഹിത്യോത്സവുകൾ കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ഇങ്ങനെ മൂല്യമുള്ള വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തി അവർക്ക് ചിന്തയും ആശയങ്ങളും കൈമാറി മുന്നോട്ടുള്ള വഴി കൃത്യമായി അടയാളപ്പെടുത്തി ഓരോ വിദ്യാർത്ഥിയെയും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് അവന്റെ ഭാവിയെക്കുറിച്ചും അവന്റെ ജീവിതത്തെക്കുറിച്ചും ബോധവൽക്കരിച്ച് ഒരാശയ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 7000-ലേറെ വരുന്ന ഗ്രാമങ്ങളിൽ സാഹിത്യോത്സവം നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന 4 ലക്ഷത്തിലേറെ വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിലേക്ക് ഒരു ധാർമ്മികതയുടെ, നന്മയുടെ, സ്നേഹത്തിന്റെ, ചേർന്നു നിൽപ്പിന്റെ, വളരണം എന്ന പ്രചോദനത്തിന്റെ വലിയ ആശയങ്ങൾ ഈ കാലത്തിനിടയിൽ കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ 33 വർഷമായി സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ സാഹിത്യോത്സവങ്ങൾ കഴിയുമ്പോഴും കൂടുതൽ തെളിച്ചമുള്ള ആശയങ്ങൾ, കൂടുതൽ പ്രചോദനാത്മകമായി സമൂഹത്തെയും തങ്ങളുടെ പഠനത്തെയും ഒക്കെ നോക്കിക്കാണുന്ന വിദ്യാർത്ഥികൾ, കൂടുതൽ മത്സരക്ഷമതയോടെ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സാഹിത്യോത്സവിന്റെ പ്രോഡക്റ്റുകളായി നമ്മൾ സമൂഹത്തിന് ബാക്കിയാക്കുന്നത്. നമ്മുടെ ഈ സാഹിത്യോത്സവങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം സമൂഹത്തിൽ സംഭവിക്കുന്ന സൃഷ്ടിപരമായ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ദൗത്യമാണ് എന്ന സന്തോഷം നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വിദ്യാർത്ഥിയും ഇവിടെ നടന്ന 140-ലേറെ മത്സരങ്ങൾ, ഡിവിഷൻ സാഹിത്യോത്സവിൽ നടക്കുന്ന 140-ലേറെ മത്സരങ്ങൾ, നമ്മുടെ ഈ പ്രധാന വേദികളിൽ നമ്മൾ ഒരുപക്ഷെ കുറെ പാട്ടുകൾ, അതിന്റെ വ്യത്യസ്ത ഇനങ്ങളും വ്യത്യസ്ത തരങ്ങളും ഒക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാകും. അതേസമയത്ത് സ്റ്റേജിതര മത്സരങ്ങളാണ് സാഹിത്യോത്സവിൽ ഭൂരിഭാഗവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയെയും ഇഴകിയേറി സൂക്ഷ്മമായി പഠിക്കുകയും ആ വിദ്യാർത്ഥിക്ക് അവന്റെ ശേഷിയെയും സർഗാത്മകതയെയും കണ്ടെത്താനും അവനെ സ്വയം ആവിഷ്കരിക്കാനുമുള്ള പരമാവധി സാധ്യതകൾ സാഹിത്യോത്സവങ്ങൾ ഓരോ വിദ്യാർത്ഥിക്ക് മുമ്പിലും തുറന്നു വെക്കുന്നുണ്ട്. സാഹിത്യോത്സവം കഴിയുമ്പോൾ വ്യത്യസ്ത ഇനങ്ങളിലായി മത്സരിക്കുന്ന, വ്യത്യസ്ത കാറ്റഗറികളിലായി മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ, അതിൽ പ്രബന്ധം എഴുതിയവരുണ്ട്, കവിതകൾ എഴുതിയവരുണ്ട്, പ്രഭാഷണം നടത്തിയവരുണ്ട്. വ്യത്യസ്ത ഇനം മത്സരങ്ങൾ, 140 ഇനം മത്സരങ്ങൾ, ഏറ്റവും പുതിയ കാലത്തോട് ചേർന്നു നിൽക്കാവും വിധത്തിൽ ആ വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെ രൂപപ്പെടുത്തും വിധത്തിലുള്ള മത്സരങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. 33 വർഷമായി എന്തുകൊണ്ടാണ് സാഹിത്യോത്സവം ഇങ്ങനെ അതിജയിച്ചുകൊണ്ടേയിരിക്കുന്നത്, കൂടുതൽ സ്വീകാര്യത നേടുന്നത് എന്ന് ചോദിച്ചാൽ അത് സ്വയം നവീകരിക്കുകയും, സാഹിത്യോത്സവം സ്വയം നവീകരിക്കുകയും അത് ഏറ്റവും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്യുകയും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെ നടന്ന മത്സരങ്ങളിൽ AI പ്രോംപ്റ്റിംഗിലൂടെ, AI ഉപയോഗപ്പെടുത്തി എങ്ങനെ കവിത എഴുതാമെന്ന് മത്സരം നടത്തി അങ്ങനെ കവിത എഴുതി സമ്മാനം നേടിയ കൂട്ടുകാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ ബൗദ്ധികമായ വികാസത്തെയും സാങ്കേതികമായ ജ്ഞാനത്തിന്റെ വലിയ സാധ്യതകളെയും ആ കൂട്ടുകാർക്ക് മുമ്പിൽ തുറന്നിടുന്നതിൽ SSF എന്നും വളരെ ജാഗ്രതയോടെയാണ് സാഹിത്യോത്സവനെ സമീപിക്കുന്നത്. പാടിയും പറഞ്ഞും കഴിഞ്ഞു പോകുന്ന 2 ദിവസത്തെ വിദ്യാർത്ഥികളുടെ സംഗമമല്ല സാഹിത്യോത്സവം. ഇവിടെ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും, ആ വിദ്യാർത്ഥി കവിത എഴുതാൻ വരുന്നൊരു വിദ്യാർത്ഥി, കഥ എഴുതാൻ വേണ്ടി വരുന്നൊരു വിദ്യാർത്ഥി, പ്രബന്ധം എഴുതുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഈ മത്സരത്തിന് വേണ്ടി യൂണിറ്റ് തുടങ്ങി സെക്ടർ കഴിഞ്ഞു ഡിവിഷനിലെത്തുമ്പോ വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ്, അവർ വായിച്ച പ്രബന്ധങ്ങളുടെ, അവർ വായിച്ച കഥകളുടെ, അവർ മനസ്സിലാക്കിയ ആശയങ്ങളുടെ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിരന്തരമായി പരിശീലിച്ച, എഴുതിയ, വരച്ച, രചിച്ച അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും എണ്ണം എത്രയാണ് എന്നത്
നമ്മുടെ സാധാരണ സങ്കല്പങ്ങൾക്ക് തീർച്ചയായും അപ്പുറത്തായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 100 കവിതയെങ്കിലും വായിക്കാത്ത ഒരു കൂട്ടുകാരൻ കവിതാ മത്സരത്തിന് വേണ്ടി ഡിവിഷനിലേക്ക് വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് വരെ നമ്മൾ ഈ മത്സരത്തിന് വേണ്ടി നിരന്തരമായി ഒരുങ്ങിയിട്ടുണ്ട്. സെക്ടർ മത്സരം കഴിഞ്ഞ് ഡിവിഷൻ മത്സരത്തിന്റെ ഗ്യാപ്പിൽ നമ്മൾ അനേകം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് സംഘടന തരുന്ന വിഭവങ്ങൾ, റിസാലയിലും റിസാല അപ്ഡേറ്റിലൊക്കെ ആയി നമുക്ക് തരുന്ന വിഭവങ്ങൾ, പുതിയ കാലത്തെ എങ്ങനെ വിശകലനം ചെയ്യണമെന്ന്, നമ്മൾ എങ്ങനെയാണ് ഈ പുതിയ കാലത്തെ നിരീക്ഷിക്കേണ്ടതെന്ന്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നിലപാട് രൂപപ്പെടുത്തേണ്ടതെന്ന്, ഏറ്റവും സൗന്ദര്യമുള്ള മതം നമ്മുടെ കയ്യിലുണ്ട്, ആ മതത്തെ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പ്രകാശിപ്പിക്കേണ്ടത് എന്ന വലിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ ഇക്കാലയളവിൽ പരിശീലിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി നിരന്തരമായി ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തയും പരിശീലനവും അധ്വാനവും അത് ഇന്നത്തെ സാഹിത്യോത്സവ കഴിയലോടുകൂടെ മടക്കി വെക്കേണ്ടതല്ല. തീർച്ചയായും കൂടുതൽ കരുത്തോടെ തുടരേണ്ടതാണത്. നിങ്ങളുടെ പരിശീലനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ തുടരേണ്ടതാണ്. മത്സരത്തിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ഈ പണികളൊന്നും എടുക്കുന്നത്. നമുക്ക് നമ്മുടെ ശേഷിയെ, നമ്മുടെ വിദ്യാഭ്യാസത്തെ, നമ്മുടെ അറിവിനെ, നമ്മുടെ ജ്ഞാനത്തെ അത് സമൂഹത്തിന് ഉപകരിക്കും വിധത്തിൽ, രാജ്യത്തിന് ഉപകരിക്കും വിധത്തിൽ പ്രയോഗിക്കേണ്ടതുണ്ട്. അതിനുള്ള കേവലം ഒരു പരിശീലന കളരി മാത്രമാണ് നമ്മുടെ ഈ സാഹിത്യോത്സവം എന്ന് തിരിച്ചറിയുകയും നിരന്തരമായ പരിശീലനങ്ങൾ, നിരന്തരമായ കവിത വായനകൾ, നിരന്തരമായ എഴുത്തുകൾ, നിരന്തരമായ പ്രഭാഷണങ്ങൾ, അതിനുവേണ്ടിയുള്ള ആശയങ്ങൾ സ്വീകരിക്കൽ, അതാണ് ഏറ്റവും പ്രധാനം. അറിവിന്റെ സമ്പാദനമാണല്ലോ ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി നല്ല ജാഗ്രതയിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവുകയും നമ്മുടെ ഔദ്യോഗിക പഠനവും വിദ്യാഭ്യാസവും നടക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളായി ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവുകയും അതിനെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാൻ നമ്മൾ നല്ല ജാഗ്രത പുലർത്തണമെന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരോട്, പ്രതിഭകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ സാഹിത്യോത്സവം അവസാനിക്കുമ്പോൾ വിജയിച്ചവർ സ്വാഭാവികമായും ജില്ലാ മത്സരങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ ജില്ലാ സാഹിത്യോത്സവ് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്നു. അതിനുശേഷം സംസ്ഥാന സാഹിത്യോത്സവ് ആലപ്പുഴയിൽ നടക്കുന്നു. ദേശീയ സാഹിത്യോത്സവ് ചെന്നൈയിൽ വെച്ചാണ് നടക്കുന്നത്. കഴിഞ്ഞ 5-6 വർഷങ്ങളിലായി ദേശീയ തലത്തിൽ നമ്മൾ സാഹിത്യോത്സവം ആഘോഷിക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും 24 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവിടെ ഫാമിലി സാഹിത്യോത്സവിന്റെ കാലമാണ്. അതിനുശേഷം 10,000-ഓളം ഗ്രാമങ്ങളിൽ, ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള 10,000-ഓളം ഗ്രാമങ്ങളിൽ നമുക്ക് സാഹിത്യോത്സവം നടക്കാനുണ്ട്. ഒരു സാഹിത്യോത്സവം എന്നത് കേവലം പാടിപ്പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു സംഗമം എന്നതിന്റെയും അപ്പുറത്ത് രാജ്യത്തെ എല്ലാ അതിരുകളിലുമുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആശയം കൈമാറ്റം ചെയ്യുകയും അവരുടെ മുന്നോട്ട് പോക്കിന്റെ ഗതി നിശ്ചയിക്കുകയും ചെയ്യുന്ന ഏറ്റവും സമഗ്രമായ ഒരു സഞ്ചാരമായി, ഒരു ആശയ സഞ്ചാരമായി സാഹിത്യോത്സവുകൾ ഇങ്ങനെ മാറുന്നതിൽ ഇനിയുള്ള രാജ്യത്തിന്റെ ഭാവിക്ക് സന്തോഷത്തോടുകൂടെ ഈ വിദ്യാർത്ഥികളെ നോക്കിക്കാണാൻ കഴിയുമെന്ന ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. ഈ ആശയങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് ഇനിയും ഈ സമൂഹത്തിന് വേണ്ടി ഇടപെടാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, സഹോദരന്മാരോട്, ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി അധ്വാനിച്ച പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ ഈ അധ്വാനങ്ങളൊന്നും ഒരിക്കലും വെറുതെയാകുന്നില്ല. ഈ കൂട്ടുകാർ ഈ നാളത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ സമ്പാദ്യമാണ്, നമ്മുടെ നിക്ഷേപമാണ്. അവർ തീർച്ചയായും നാളെകളെ നിർമ്മിക്കും. ഈ മതത്തിന്റെ വിശുദ്ധ ആശയങ്ങളെ അവർ സ്വന്തം ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കും, പ്രകാശിപ്പിക്കും. അതോടൊപ്പം ഈ ധാർമ്മിക വലയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പുതിയ വിപ്ലവങ്ങൾക്ക് അവർ നേതൃത്വം നൽകും. അവരുടെ പഠനം കൊണ്ട്, അവരുടെ വിദ്യാഭ്യാസം കൊണ്ട്, അവരുടെ വ്യക്തിത്വം കൊണ്ട്, അവരുടെ സർഗശേഷി കൊണ്ട് അവർ നമ്മുടെ പ്രതീക്ഷയായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നമ്മൾ അവർക്ക് നൽകുന്ന ഒരു പ്രചോദനം മാത്രമാണ് ഈ സാഹിത്യോത്സവങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ഈ അധ്വാനങ്ങളൊന്നും വെറുതെയാകുന്നില്ലെന്നും ഇതിന്റെ എല്ലാം റിസൾട്ടുകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടനാ സംവിധാനം മുഴുവനും എന്നുമുള്ള ബോധ്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ കരുത്തോടെ നമ്മുടെ ഇത്തരം സംഗമങ്ങളും നമ്മുടെ ഇത്തരം ആശയ കൈമാറ്റങ്ങളൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമായി ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഇനിയും കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇവിടെ പങ്കെടുത്ത 100 കണക്കിന് പ്രതിഭകൾ, വ്യത്യസ്ത സെക്ടറുകളിൽ നിന്ന് ഇവിടെ എത്തിയ എല്ലാ കൂട്ടുകാർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.